രാവിലെ എത്തി ആൽബർട്ട് ഐൻസ്റ്റീൻ ഒട്ടും വയ്യ. അന്നേരം ഈ വണ്ടിക്കാരൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അടുത്ത് ചോദിച്ചത് അറിയാം, സാർ ഞാൻ ചെയ്യട്ടെ, ഈ പ്രസന്റേഷൻ ഞാൻ ചെയ്തു നോക്കാം, നിങ്ങൾക്ക് പറ്റുമോ? അങ്ങനെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, നിന്നെ കൊണ്ട് പറ്റൂ. അപ്പൊ ഈ കുതിരവണ്ടിക്കാരൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാം, സാറിന്റെ 100ഓളം വേദികളിൽ ഞാൻ ബാക്കിലിരുന്നത് കേട്ട് 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 എനിക്ക് ബൈഹാർട്ടാണ്. അപ്പൊ ചോദിച്ചു, ക്വസ്റ്റ്യന്റെ ആൻസറാ? അതും കോമൺ ക്വസ്റ്റ്യൻ അല്ലേ സാർ, എല്ലാരും ചോദിക്കുന്നത്, അതിന് സാറ് പറയുന്ന മറുപടി എനിക്ക് ബൈഹാർട്ടാണ്. അങ്ങനെ അവസാനം മനസ്സില്ലാ മനസ്സോടെ ആൽബർട്ട് ഐൻസ്റ്റീൻ കുതിരവണ്ടിക്കാരനെ അതിനെ അക്സെപ്റ്റ് ചെയ്തു. നീ ചെയ്യുമെന്ന് പറഞ്ഞു, ഞാനും കൂടെ വരുമെന്ന് പറഞ്ഞു, പുതപ്പൊക്കെ മൂടി ചെല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ പോണ വഴിക്ക് ഇന്നത്തെ കണക്ക് ബ്യൂട്ടി പാർലറൊന്നും വന്നില്ല. പോണ വഴിക്ക് ഷേക്സ്പിയറിയൻ ഡ്രാമാശാലകളുണ്ട്. അങ്ങനെ ഒരു ഡ്രാമാശാലയിൽ കയറി ഈ ആൽബർട്ട് ഐൻസ്റ്റീന്റെ രൂപം കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണണം. നമുക്കിവിടെ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ട് വെക്കണം. ആൽബർട്ട് ഐൻസ്റ്റീൻ കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. സയൻസ് ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിച്ചാൽ ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മൈ ഫസ്റ്റ് റോൾ മോഡൽ ഈസ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഒരു പ്രത്യേക ഭംഗിയാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ കണക്ക് ഈ കുതിരവണ്ടിക്കാരൻ മേക്കപ്പെട്ട് കുതിരവണ്ടിക്കാരൻ ആൽബർട്ട് ഐൻസ്റ്റീനായിട്ട് ഇങ്ങനെ പോവുകയാണ്. വണ്ടി ഓടിച്ചു പോയി സ്റ്റേഡിയത്തിൽ ചെന്ന് ആ ഒറിജിനൽ ഐൻസ്റ്റീൻ ബാക്കിൽ പോയി പുതപ്പൊക്കെ മൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. കുതിരവണ്ടിക്കാരൻ ഇതുപോലെ സ്റ്റേജിൽ കയറി, ഞാൻ നിൽക്കുന്ന നടക്കുന്നത് അങ്ങോട്ട് E=mc² കുറിച്ച് 2.5 അടിപൊളി പ്രസന്റേഷൻ, എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നു. ഭയങ്കര ഇൻട്രസ്റ്റോടെ ചെയ്യുമ്പോ ഐൻസ്റ്റീൻ തന്നെ ബാക്കിൽ നടന്നപ്പോഴേ ഞാൻ കണ്ടുപിടിച്ചത്, ഞാൻ പറയുമ്പോ ഇത്രയും കൈയടി എനിക്ക് ഒരു സ്റ്റേജിൽ കിട്ടിയിട്ടില്ല. ഈ കുതിരവണ്ടിക്കാരൻ പറയുമ്പോൾ നല്ല കൈയടി, നല്ല പ്രസന്റേഷനിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്കറിയാം പല ഫിലിം സ്റ്റാർസുകൾ അങ്ങനെയൊക്കെ വന്ന് നിങ്ങൾക്ക് സംസാരിച്ചാൽ നിങ്ങൾക്ക് അവരുടെയൊക്കെ പ്രസന്റേഷൻ ഭയങ്കര ഇഷ്ടപ്പെടും അല്ലേ? എല്ലാവരുടെയും പ്രസന്റേഷൻ നിങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുമോ? നോ. ഈ കുതിരവണ്ടിക്കാരുടെ പ്രസന്റേഷൻ ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ ഐൻസ്റ്റീൻ പോലും അന്തപ്പെട്ടു. അതിനുശേഷം ക്വസ്റ്റ്യൻ ആവും. അപ്പൊ ഐൻസ്റ്റീൻ ഞാൻ നെഞ്ചത്ത് കൈ വീഴ്ച ബാക്കിയിരിക്കുക, ഇനി എന്താവും എന്ന് പറഞ്ഞാൽ ഫ്ലോറിഡയാണ്. ഒരുപാട് സയൻറ്റിസ്റ്റുകളൊക്കെ വന്ന് ഇതിനെതിരെ ചോദിക്കാനായിട്ടില്ല. കോമൺ ക്വസ്റ്റ്യൻ വരുന്നു, ഈ കുതിരവണ്ടിക്കാരൻ എന്ത് ചെയ്യുന്നു? ആൻസറുകൾ ഈസി ആയിട്ട് പറയാം. അവസാനം ആ കോർണറിൽ ഒരു റിട്ടയർഡ് ഫിസിക്സ് പ്രൊഫസർ എണീച്ച്, നോക്കണ്ട അവിടെ ഇല്ല കേട്ടോ, റിട്ടയർഡ് ഫിസിക്സ് പ്രൊഫസർ എണീച്ച് ഇപ്പൊ കോർണർ എന്ന് പറഞ്ഞപ്പോ എന്റെ കൈ അങ്ങോട്ട് പോയപ്പോ ഈ മോൻ അങ്ങോട്ട് നോക്കിയതുണ്ടാ, അതാണ് പ്രസന്റേഷൻ. ഇസ് ഇറ്റ് ക്ലിയർ സ്റ്റുഡൻസ്? അപ്പൊ ഈ രീതിയിൽ ആ പ്രൊഫസർ ഇങ്ങനെ എണീച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ആ ക്വസ്റ്റ്യൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യനാണ്. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോ നമ്മുടെ കുതിരവണ്ടിക്കാരന് അറിയില്ല പറയാൻ, അതാണ് സത്യം. ഈ കുതിരവണ്ടിക്കാരന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ എപ്പോഴും നെഞ്ചിൽ കൈ വെച്ചോണ്ടിരിക്കുകയാണ്. കുതിരവണ്ടിക്കാരൻ, ഐ ആം നോട്ട് ഡീലിംഗ് ദിസ് ടൈപ്പ് ഓഫ് സില്ലി ക്വസ്റ്റ്യൻ, ഐ വിൽ കോൾ മൈ ഡ്രൈവർ. ഞാൻ ഇത്തരം ചോദ്യത്തിന്റെ ഉത്തരം പറയില്ല, ഞാൻ എന്റെ ഡ്രൈവറെ വിളിക്കാം. ഡ്രൈവർ പ്ലീസ് കം. ഇതാണ് ഐൻസ്റ്റീൻ കേട്ടോ. ഐൻസ്റ്റീൻ വന്ന് അതിന്റെ ഒറിജിനൽ ആൻസർ എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ഇൻസിഡന്റ്. ഇത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഡ്രൈവർ, കാർ ഡ്രൈവറാണ്. ഡ്രൈവറാണ് അവർക്ക് ഇഷ്ടപ്പെട്ടല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് ഡ്രൈവറിന്റെ കോൺഫിഡൻസ് അല്ലേ? ആണോ? ആണല്ലോ. പിന്നെ അടുത്ത വേറെന്ത് ഇഷ്ടപ്പെട്ടു? ഐൻസ്റ്റീന്റെ ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റി അല്ലേ? വേറെ ഏതെങ്കിലും വലിയ ആൾക്കാർ ചെറിയ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കൂ? ഇന്ന് സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്, ആരും ചാൻസ് കൊടുക്കൂല അല്ലെ? ആൻസർ ടീച്ചർ, ആർക്കും ചാൻസ് കൊടുക്കില്ല. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇരിക്കണം വിചാരിക്കും അല്ലേ? ആ ഐൻസ്റ്റീൻ ഡ്രൈവർക്ക് ചാൻസ് കൊടുക്കും, അതുകൊണ്ട് ഡ്രൈവർ പ്രസന്റ് ചെയ്തു അല്ലേ? ഇനി അടുത്തത് എന്താണ്? ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നപ്പോൾ ഡ്രൈവർ എന്ത് ചെയ്തു? അത് അഡ്ജസ്റ്റ് ചെയ്ത മനസ്സിലായി. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടാകും. How to overcome that particular critical situation? അവിടെയാണ് ആ ഡ്രൈവർ എന്താ, I am not dealing this type of silly question, I will call my driver എന്ന് പറഞ്ഞല്ലേ? But who is the esteem authority? ഇനി ഞാൻ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാം, 5, 6, 7 പ്രത്യേകം ശ്രദ്ധിക്കുക, അവരെ ക്യാച്ച് ചെയ്യും. നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ ആൻസർ ചെയ്യാൻ പറ്റൂ.